അടുത്തായിട്ട് നമുക്ക് പുതിയൊരു സാധനത്തിനെ പറ്റി പറയാം. അപ്പൊ നമ്മൾ ടു ഡു ആപ്ലിക്കേഷന്റെ കൂടുതൽ തന്നെയാണുള്ളത്. ഇപ്പൊ ടു ഡുവിനകത്ത് നമ്മൾ ബേസിക് ആയിട്ടുള്ള എല്ലാ ഗ്രെഡ് ഓപ്പറേഷൻസും ചെയ്തിട്ടുണ്ടായിരുന്നു. ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മോങ്കോ ഡി ബിന്ന് റീഡ് ചെയ്യാനും മോങ്കോ ഡി ബിയിലേക്ക് റൈറ്റ് ചെയ്യാനും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. വർക്കിംഗ് ആണ്, കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ അവിടെ നമ്മൾ കുറേ സാധനങ്ങൾ വളഞ്ഞ് മൂക്കൊടിച്ചിട്ടുണ്ട്, ബുദ്ധിമുട്ടി ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ആപ്പ് ഡോട്ട് ലോക്കൽസ് മേലെ ഡി ബി ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് ചിലത് ക്ലിയർ ആവാത്തുണ്ട്, അല്ലെങ്കിൽ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്ന് വിചാരിച്ച സാധനങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അത് മാത്രമല്ല നമ്മൾ ടു ഡു എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഇവിടെ നമുക്ക് ഓട്ടോ കംപ്ലീഷൻ ഒന്നും പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. നമ്മൾ അതിൽ അവസാനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കുറച്ചും കൂടെ പ്രോപ്പർ ആയിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു പാക്കേജിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. പാക്കേജിന്റെ പേര് മോങ്കോസ് എന്നാണ്. മോങ്കോ ഡി ബി പോലെ തന്നെയുള്ള ഒരു സാധനമാണ് മോങ്കോസ്, പക്ഷെ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. മോങ്കോ ഡി ബി എന്ന് പറയുന്നത് നമ്മുടെ ഡാറ്റാബേസ് ആണ്. അതായത് നമ്മുടെ ഡാറ്റ ജേസൺ ആയിട്ടുള്ള ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഡാറ്റാബേസ് ആണ്. അതിന്റെ കൂടെ നമുക്ക് മോങ്കോ ഡി ബി എന്നുള്ള പാക്കേജ് ഉണ്ടായിരുന്നു. ആ പാക്കേജ് എന്തിനാണ്, നമുക്ക് മോങ്കോ ഡി ബി ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻസ് അതിനകത്താണ് കൊടുത്തത്. അതുകൊണ്ടാണ് ആ പാക്കേജ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത്. മോങ്കോ ഡി ബി എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റാബേസ് ഉണ്ട്, മോങ്കോ ഡി ബി എന്ന് പറഞ്ഞിട്ടുള്ള പാക്കേജ് ഉണ്ട്. അത് രണ്ടാട്ടോ. ഇനി നമ്മൾ പുതിയതായിട്ട് പറഞ്ഞ സാധനം എന്താണ്, മോങ്കൂസ് ആണ്. മോങ്കൂസ് എന്താന്ന് വെച്ചാൽ നമുക്ക് മോങ്കോ ഡി ബിനകത്തുള്ള ഡാറ്റനെ കുറച്ചും കൂടെ പ്രോപ്പർ ആയിട്ട് സ്ട്രക്ചർ സെറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പോ ടുഡു എന്ന് പറഞ്ഞൊരു സാധനം, ഒരു ടുടുക്ക് എന്തൊക്കെ ഉണ്ടാവും നമുക്കറിയാം. ടുടുക്ക് ഒരു ഐറ്റം ഉണ്ട്, കംപ്ലീറ്റ് ഉണ്ട്. അതാണ് നമ്മളിപ്പം ചെയ്തതിന് ഉള്ളത് അല്ലേ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ അതിനകത്ത് യൂസർ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ യൂസർ നെയിം ഉണ്ടാവും, ഇമെയിൽ ഉണ്ടാവും, പാസ്വേഡ് ഉണ്ടാവും. അതായത് ഓരോ ഡാറ്റക്കും ഇങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള ചില ഫീൽഡുകൾ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ചെയ്ത സിസ്റ്റത്തിനകത്ത് നമ്മൾ ആ ഒരു സാധനം ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. ആ ഒരു സാധനത്തിന് നമ്മൾ സ്കീമ എന്ന് വിളിക്കുക. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം മോങ്കോ ഡി ബി മാത്രം വെച്ചിട്ട് തന്നെ. പക്ഷെ അത് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കുള്ള പാക്കേജാണ് മോങ്കൂസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ മോങ്കൂസ് ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മൾ npm ഇൻസ്റ്റാൾ മോങ്കോ ഡി ബി കൊടുത്ത പോലെ npm ഇൻസ്റ്റാൾ മോങ്കൂസ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ മോങ്കോസിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ മോങ്കോ ഡി ബി ആയിട്ട് ഇന്ററാക്ഷൻ ചെയ്യുന്നതൊക്കെ കുറെ കൂടെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അതായത് ഈ മോങ്കോ ഡി ബി എന്നുള്ള പാക്കേജ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കുറേ സാധനങ്ങളും നമ്മൾ മാനുവലി ചെയ്യണം, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കുറച്ചും കൂടെ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോങ്കോസ് എന്നുള്ള പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അത് കൂടാണ്ട് അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ സ്കീമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ്, അതായത് ഡാറ്റയ്ക്ക് ഇന്ന സാധനങ്ങൾ വേണം എന്നുള്ളത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ അതായിട്ട് തന്നെ നമുക്ക് ഈ കണക്ട് ഡി ബി എന്നുള്ള ഫംഗ്ഷൻ മൊത്തമായിട്ടൊന്ന് മാറ്റി എഴുതാം. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്, നമ്മളൊരു ക്ലയന്റിനെ ഉണ്ടാക്കി, എന്നിട്ട് ക്ലയന്റിനെ കണക്ട് ചെയ്തു, എന്നിട്ട് ക്ലയന്റിന്റെ ഡി ബി റിട്ടേൺ ചെയ്തു. അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്തിരുന്നത്. നമുക്കിനി അത് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മോങ്കൂസ് വെച്ചിട്ട് കണക്ട് ചെയ്യാം. അതായത് മോങ്കൂസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തല്ലോ. അപ്പൊ നമ്മൾ മോങ്കോ ക്ലയന്റ് എന്നുള്ള സാധനം മാറ്റിയിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, നമ്മളെ മോങ്കൂസിന് ഇങ്ങോട്ട് എടുക്കാം. ഇനി മോങ്കൂസിനകത്ത് എങ്ങനെ കണക്ട് ചെയ്യാന്നുള്ളത് നോക്കാം. അതായത് ഇതൊക്കെ നമുക്ക് ഒഴിവാക്കിയിട്ട് ഇതിനകത്ത് മോങ്കൂസ് ഡോട്ട് കണക്ട് എന്നുള്ള ഫംഗ്ഷൻ, ഇതിന്റെ ഇൻപുട്ട് ആയിട്ട് എന്താ ചോദിക്കുന്നത്, ഒരു URI ആണ്. അതായത് നമ്മൾ ഇവിടെ ഉള്ള URI അതിലേക്ക് കൊടുത്താൽ മതി അല്ലേ. അതാകുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് ഇവിടെ കൊടുത്തു. ഇനി നമുക്ക് എന്തിന്റെ ആവശ്യമില്ല, മോങ്കോ ക്ലയന്റും മോങ്കോ ഡി ബി പാക്കേജിന്റെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ഇത് മാത്രം മതി. അപ്പം ഭയങ്കര സിമ്പിൾ ആയില്ലേ. അതായത് നമ്മൾ എന്ത് ചെയ്തു, മോങ്കൂസിനെ വെച്ചിട്ട് കണക്ട് ചെയ്യാണ് ചെയ്തത്. അപ്പൊ മോങ്കൂസിനെ വെച്ചിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഡാറ്റാബേസ് ഇവിടെ തന്നെ നേരെ പറയാം. അതായത് എനിക്ക് ടു ഡു എന്നുള്ള ഡാറ്റാബേസ് ആവേണ്ടെന്നുണ്ടെങ്കിൽ ഈ / കഴിഞ്ഞിട്ട് ടു ഡു എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡാറ്റാബേസ് ആണ് ഉപയോഗിക്കുക. ഓക്കെ, ഞാൻ ടു ഡു ടു എന്നുള്ള ഡാറ്റാബേസ് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ടു ഡു എന്ന് കൊടുത്തു വെച്ചു. അങ്ങനെ നമ്മൾ മോങ്കൂസിന്റെ കണക്ഷനിലേക്ക് മാറ്റി. ബാക്കിയൊന്നും മാറ്റിയിട്ടില്ല. നമ്മൾ ഈ ഒരു കണക്ഷൻ മെത്തഡ് എന്താക്കി, മോങ്കൂസ് വെച്ചിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ വന്ന വലിയൊരു വ്യത്യാസം എന്താ, നമ്മൾ നേരത്തെ ആണെങ്കിൽ കണക്ട് ചെയ്തിട്ട് ആ ഡി ബിനെ റിട്ടേൺ ചെയ്ത് അതിന് അവിടെ ഒക്കെ ആപ്പ് ഡോട്ട് ലോക്കൽസ് മുതൽ അറ്റാച്ച് ചെയ്തിട്ടൊക്കെയാണ് യൂസ് ചെയ്തത്. ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതെങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ആദ്യമായിട്ട് നമ്മൾ കണക്ഷന്റെ മൊത്തം പരിപാടി മാറ്റി. ഇനി നമുക്ക് ഇൻഡെക്സിലോട്ട് വരാം. ഇപ്പൊ ഇൻഡെക്സിനകത്ത് നമ്മളിപ്പോൾ എന്താ ചെയ്തത്, കണക്ട് ഡി ബി ഡോട്ട് ദെൻ എന്നിട്ട് ഡി ബിനെ എടുത്തു. ഡി ബി ഇവിടെ ആപ്പ് ഡോട്ട് ലോക്കൽസ് മേലെ ഫിറ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതായത് ഈ ഡി ബി ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. അതായത് കണക്ട് ഡി ബി ജസ്റ്റ് എന്താ കണക്ട് ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നും റിട്ടേൺ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഡി ബിന്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, നമുക്ക് ജസ്റ്റ് സേവ് ചെയ്തിട്ട് ഒന്ന് റൺ ചെയ്ത് നോക്കാം കണക്ഷൻ സക്സസ് ആണെന്നുണ്ടോ എന്നുള്ളത്. npm റൺ ടൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ സെർവർ റൺ ആവും. നിങ്ങൾക്ക് കാണാം ലിസണിങ് ആണ്. അപ്പൊ നമ്മൾ എന്തായിട്ടുണ്ട്, നമ്മളെ മോങ്കോ ഡി ബി കണക്ഷൻ സക്സസ് ആണ്. ഈ ഒരു കണക്ഷൻ നമ്മൾ എങ്ങനെ ചെയ്യുന്നത്, നമ്മൾ മോങ്കൂസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ട് നേരത്തെ പോലെ കഷ്ടപ്പെട്ടിട്ട് ഡി ബിനെ റിട്ടേൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, നമ്മൾ കണക്ഷൻ മാറ്റി. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് പഠിക്കുക. കൺസെപ്റ്റിന്റെ പേര് മോഡൽസ് എന്നാണ്. അതായത് നമ്മളിപ്പോൾ കൺട്രോളേഴ്സ് ഉണ്ട്, റൗട്ടേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ്, മോഡൽസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ബാക്കെൻഡിനകത്ത് നമ്മൾ ഡാറ്റ ആയിട്ട് ഡീലിംഗ് നടത്താനുണ്ട്. അതായത് നമ്മൾ ഇവിടെ ഇപ്പൊ പറയുകയാണെങ്കിൽ നമ്മൾ ടു ഡു എന്നുള്ള ഒരു സാധനം ഒരു ഡാറ്റയാണ്. അത് നമ്മുടെ മോങ്കോ ഡി ബിയിലേക്ക് നമ്മൾ റൈറ്റ് ചെയ്യുന്നുണ്ട്, അതിൽ നിന്ന് റീഡ് ചെയ്യുന്നുണ്ട്, അതിൽ കുറെ ഓപ്പറേഷൻസ് ഉണ്ട്, അതായത് ക്രെഡ് ഓപ്പറേഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു ഡാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം നമ്മൾ ടു ഡു ആണ്. ഇനി ടു ഡു അല്ല, ഒരുപാട് വേറെ ഡാറ്റ ഐറ്റംസ് വരാം കേട്ടോ.
അപ്പോൾ ഈ ഡാറ്റ ഐറ്റംസിനെ നമ്മൾ കോഡിനകത്ത് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് മോഡൽസ് എന്ന് പറയുന്നത്. ഒന്നും കൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ നമ്മളതിനെ ഡാറ്റ മോഡൽസ്, ഡാറ്റ ക്ലാസ്സുകൾ എന്നൊക്കെ വിളിക്കും. അപ്പോൾ നമുക്കിവിടെ ടു ഡൂവിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മോഡൽ ഉണ്ടാക്കാം. മോഡൽ എങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കൺട്രോളർ എങ്ങനെ ഉണ്ടാക്കാം, ടു ഡൂസ് ഡോട്ട് കൺട്രോളർ, അല്ലെ റൗട്ടർ എങ്ങനെ ഉണ്ടാക്കാം, ടു ഡൂസ് ഡോട്ട് റൗട്ടർ. മോഡൽ നമ്മൾ മോഡലിന്റെ പേര് നമ്മൾ അപ്പർ ക്യാമൽ കേസിലാണ് കൊടുക്കുക. അതായത് ടു ഡു എന്നാണ് പേര് എന്നുണ്ടെങ്കിൽ ടി ക്യാപിറ്റലാണ്, ടു ഡു ഡോട്ട് മോഡൽ ഡോട്ട് ജെഎസ്. ഇത് ജസ്റ്റ് ഒരു കൺവെൻഷൻ ആണ്, നിങ്ങൾ ഇങ്ങനെ ഫോളോ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പക്ഷേ നമ്മളൊരു വൃത്തിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഫോളോ ചെയ്യാണ് കേട്ടോ. അതായത് ഒരു മോഡലിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മൾ ഡോട്ട് മോഡൽ എന്നുള്ള സാധനം കൊടുത്തു. കൺട്രോളർ ആണെങ്കിൽ ഡോട്ട് കൺട്രോളർ എടുത്തു, റൗട്ടർ ആണെങ്കിൽ ഡോട്ട് റൗട്ടർ എടുത്തു. അപ്പോൾ മോഡൽ അങ്ങനെ കൊടുത്തതാണ്, അതിന് വേറെ ഇംപ്ലിക്കേഷനും കാര്യങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് ഒരു ടു ഡൂവിനെ റെപ്രസെന്റ് ചെയ്യാനുള്ള മോഡൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ട സാധനം നമ്മുടെ മോങ്കൂസിനെയാണ്. ഇനി നമുക്ക് ഒരു ടു ഡൂവിനെ റെപ്രസെന്റ് ചെയ്യാനുള്ള ഒരു മോഡലിനെ ക്രിയേറ്റ് ചെയ്യണം. മോഡലിനെ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് സ്കീമ എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് ഉണ്ട്. സ്കീമ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്കറിയാം ഒരു യൂസർ ആണെന്ന് വിചാരിച്ചു. ആ യൂസറിന് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് വിചാരിച്ചു. ഒരു യൂസറിന് ഒരു നെയിം ഉണ്ടാവും, ഒരു ഇമെയിൽ ഉണ്ടാവും, ഒരു ഫോൺ നമ്പർ ഉണ്ടാവും, ഒരു പ്രൊഫൈൽ പിക്ചർ ഉണ്ടാവും, ഒരു പാസ്വേഡ് ഉണ്ടാവും. അങ്ങനെ കുറേ പ്രോപ്പർട്ടീസ് യൂസറിനുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രോപ്പർട്ടീസ് എല്ലാം കൂടെ പറയുന്നതിന് നമ്മൾ സ്കീമ എന്ന് വിളിക്കും. ഒരു ടു ഡു ആണെങ്കിൽ നമ്മൾ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്, നമ്മളൊരു ഐറ്റം കൊടുത്തിട്ടുണ്ടായിരുന്നു, കംപ്ലീറ്റഡ് ആണോ അല്ലേ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു ഫീൽഡ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറേ ഫീൽഡുകൾ കൊടുത്തിട്ട് ടു ഡു ഉണ്ടാവും. അപ്പോൾ ഈ ഫീൽഡുകൾ പല ഡാറ്റ ടൈപ്പുകളാണ്. സ്ട്രിങ് ഉണ്ടാവാം, ബൂളിയൻ ഉണ്ടാവാം, നമ്പർ ഉണ്ടാവാം, ഡേറ്റ് ഉണ്ടാവാം, അങ്ങനെ എന്തും ഉണ്ടാവാം അല്ലേ. അപ്പോൾ നമുക്കൊരു ടു ഡൂവിനെ റെപ്രസെന്റ് ചെയ്യാനുള്ള ഒരു സ്കീം ഉണ്ടാക്കാം ആദ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോൺസ്റ്റ് ടു ഡു സ്കീമ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്കീം ഉണ്ടാക്കുകയാണേ. എന്നിട്ട് സ്കീം എങ്ങനെ ഉണ്ടാക്കുക വെച്ചാൽ ന്യൂ എന്ന് പറയാം, ഒരു കൺസ്ട്രക്ടർ ആണ് നമ്മൾ വിളിക്കാൻ വന്നത്, ന്യൂ എന്ന് പറയാം. എന്നിട്ട് മോങ്കൂസ് ഡോട്ട് സ്കീമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനത്തിന് വിളിക്കും. ഇനി ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ എന്താ കൊടുക്കുന്നത് വെച്ചാൽ സ്കീമയുടെ ഡെഫിനിഷൻ ആണ്, അതായത് ആ ഒരു സാധനത്തിന് എന്തൊക്കെ ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ടുടുക്ക് എന്തൊക്കെ ഉണ്ട്. ടുടുക്ക് ആദ്യം ഐറ്റം എന്നുള്ള പ്രോപ്പർട്ടി ഉള്ളത്. ഓക്കെ, അതെന്താണ്, സ്ട്രിങ് ആണ്. രണ്ടാമത് എന്താ ഉള്ളത്, കംപ്ലീറ്റഡ് എന്നുള്ള പ്രോപ്പർട്ടി, അതെന്താണ്, ബൂളിയൻ ആണ്. ഇങ്ങനെ എത്ര പ്രോപ്പർട്ടി ഉണ്ട്. ഇപ്പൊ ഞാൻ വേറെ പ്രോപ്പർട്ടി കൊടുക്കുകയാണ്, ക്രിയേറ്റഡ് അറ്റ് കൊടുക്കുകയാണ്, അതെന്താണ്, ഡേറ്റ് ആണ്. അങ്ങനെ നമുക്ക് എത്ര പ്രോപ്പർട്ടി വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ എങ്ങനെ കൊടുക്കാം, പ്രോപ്പർട്ടിയുടെ പേര് കോളന് അതിന്റെ ഡാറ്റ ടൈപ്പ്. അതായത് ഐറ്റം എന്നുള്ള പ്രോപ്പർട്ടി അതിന്റെ ഡാറ്റ ടൈപ്പ് സ്ട്രിങ് ആണ്, കംപ്ലീറ്റഡ് എന്നുള്ള പ്രോപ്പർട്ടി അതിന്റെ ഡാറ്റ ടൈപ്പ് ബൂളിയൻ ആണ്, ക്രിയേറ്റഡ് അറ്റ് എന്നുള്ള പ്രോപ്പർട്ടി അതിന്റെ ഡാറ്റ ടൈപ്പ് ഡേറ്റ് ആണ്. ഇനി സ്ട്രിങ്, ബൂളിയൻ, ഡേറ്റ് മാത്രമല്ല നമ്പർ ഉണ്ട്, പല ഡാറ്റ ടൈപ്പുകളുണ്ട് നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ റെപ്രസെന്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ കേട്ടോ. നമുക്ക് ഇതില് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. അതായത് ഈ ഐറ്റം നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആണെന്ന് പറയാം. അതെങ്ങനെ പറയാന്ന് വെച്ചാൽ, നേരെ കൊടുക്കുന്നതിന് പകരം ഇതൊരു ഒബ്ജക്റ്റ് ആയിട്ട് കൊടുക്കാം. അതായത് ഒരു കേളി ബ്രേസിന്റെ അകത്തിട്ട് കൊടുക്കാം. എന്നിട്ട് അതിന്റെ ടൈപ്പ് നമ്മൾ ഇങ്ങനെ കൊടുക്കാം. ഇതിപ്പോ ഇങ്ങനെ കൊടുത്താലും അല്ലെങ്കിൽ ജസ്റ്റ് ഐറ്റം കോളം സ്ട്രിങ് എന്ന് കൊടുത്താലും ഒരേ സാധനം തന്നെ കേട്ടോ. ഇത് രണ്ടും സെയിം ആണ്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഇനിയും കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇത് റിക്വയർഡ് ആണോ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ട്രൂ എന്ന് കൊടുക്കാം. ഡീഫോൾട്ട് ആയിട്ട് റിക്വയർഡ് അല്ല, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് റിക്വയർഡ് ട്രൂ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ മീനിങ് എന്ന് വെച്ചാൽ, ഒരു ടു ഡു ഉണ്ടാക്കുന്ന സമയത്ത് അതിന്റെ ഐറ്റം എന്നുള്ള പ്രോപ്പർട്ടി മസ്റ്റ് ആയിട്ട് തന്നിരിക്കണം, അതില്ലെങ്കിൽ എറർ വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മളൊരു റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നു. അതായത് ഐറ്റം എന്നുള്ള പ്രോപ്പർട്ടി ടുഡുക്ക് നിർബന്ധമാണ്, അതില്ലാണ്ട് ടുഡുവിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അടുത്തായിട്ട് നമുക്ക് ഈ കംപ്ലീറ്റഡ് എന്നുള്ള പ്രോപ്പർട്ടി ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, മാറ്റം വരുത്താം. അതായത് കംപ്ലീറ്റഡ് എന്നുള്ള പ്രോപ്പർട്ടി നമ്മൾ നേരെ ജസ്റ്റ് ബൂളിയൻ എന്നുള്ള ടൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റഡ് ബൂളിയൻ ആണ്, റിക്വയർഡ് ഒന്നും അല്ല, അങ്ങനത്തെ ഒരു രൂപത്തിലാണ് സെറ്റ്. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു കേളി ബ്രേസ് ആയിട്ട് കൊടുക്കുക. അതിനകത്ത് ടൈപ്പ് നമുക്ക് എന്ത് ചെയ്യാം, ബൂളിയൻ കൊടുക്കാം. നമുക്ക് റിക്വയർഡ് അല്ല, അതുകൊണ്ട് റിക്വയർഡ് ട്രൂ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്ക് അടുത്തൊരു പ്രോപ്പർട്ടി ഉണ്ട്, ഡീഫോൾട്ട് എന്നുള്ള പ്രോപ്പർട്ടി എന്താ വെച്ചാൽ, നമുക്ക് ഡീഫോൾട്ട് ആയിട്ട് ഇതിനൊരു വാല്യൂ സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഡീഫോൾട്ട് ആയിട്ട് നമുക്ക് കംപ്ലീറ്റഡ് എന്ത് ചെയ്യാം, ഫോൾസ് ആയിട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഐറ്റം എന്നുള്ള പ്രോപ്പർട്ടി അത് സ്ട്രിങ് ആയിരുന്നു, അത് റിക്വയർഡ് ആക്കിയിട്ട് മാറ്റി. കംപ്ലീറ്റഡ് എന്നുള്ള പ്രോപ്പർട്ടി അത് നമ്മൾ എന്താക്കി, ബൂളിയൻ ടൈപ്പ് ആയിരുന്നു, അതിന്റെ കൂടെ നമുക്ക് ഡീഫോൾട്ട് ആയിട്ട് ഫോൾസ് എന്നുള്ള വാല്യൂ സെറ്റ് ചെയ്തു. ഈ ക്രിയേറ്റഡ് അറ്റ് എന്നുള്ള പ്രോപ്പർട്ടി നമ്മൾ ഇവിടെ ഇങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് ഡേറ്റ് എന്നുള്ള ഒരു സാധനം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ആ ഫീൽഡ് ഓട്ടോമാറ്റിക്കലി വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്കീമ കൊടുത്തു കഴിഞ്ഞിട്ട്, അതായത് സ്കീമ എന്നുള്ള ഈ സാധനത്തിന് നമ്മൾ സ്കീമ ഡെഫിനിഷൻ കൊടുത്തതിന് ശേഷം അടുത്തൊരു പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റും. അതിൽ നമ്മൾ ടൈം സ്റ്റാമ്പ്സ് എന്നുള്ള ഒരു പ്രോപ്പർട്ടി ട്രൂ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ വെച്ചാൽ, ഇത് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റഡ് അറ്റും അപ്ഡേറ്റഡ് അറ്റും രണ്ട് ഫീൽഡുകൾ ആഡ് ചെയ്യും, നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ടുഡൂനെ റെപ്രസെന്റ് ചെയ്യാനുള്ള ഒരു സ്കീമ ക്രിയേറ്റ് ചെയ്തു. അതായത് സ്കീമ എന്ന് വെച്ചാൽ എന്താണ്, ഒരു ഡാറ്റനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന ഒരു സാധനമാണ് സ്കീമ. സ്കീമയിൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഡാറ്റയ്ക്കുള്ള പ്രോപ്പർട്ടീസ് ഓരോന്നായിട്ട് ലിസ്റ്റ് ചെയ്യും. അപ്പോൾ ഐറ്റം എന്നുള്ള പ്രോപ്പർട്ടി ഉണ്ട്, അതിന്റെ ടൈപ്പ് സ്ട്രിങ് ആണ്. കംപ്ലീറ്റഡ് എന്നുള്ള പ്രോപ്പർട്ടി ഉണ്ട്, അതിന് ടൈപ്പ് ബൂളിയൻ ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ടൈപ്പ് മാത്രം കൊടുത്താൽ മതി, ഇങ്ങനെ
കേളി ബ്രേസിനകത്തിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കേളി ബ്രേസിനകത്തിട്ട് കൊടുക്കുന്ന എന്തിനാ വെച്ചാൽ നമുക്ക് എക്സ്ട്രാ കാര്യങ്ങൾ പറയണം, അതായത് റിക്വയർഡ് ആണ് അല്ലെങ്കിൽ ഇതിന് ഡീഫോൾട്ട് വാല്യൂ ആണ് അങ്ങനത്തെ കാര്യങ്ങൾ പറയണമെങ്കിൽ മാത്രമാണ് നമ്മൾ കേളി ബ്രേസ് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ റിക്വയർഡ് അല്ലാത്ത ഡീഫോൾട്ട് ആയിട്ട് ഒരു ടൈപ്പ് മാത്രം പറഞ്ഞാൽ മതിയോ. നമ്മൾ സ്കീമ സെറ്റ് ചെയ്തു. ഈ സ്കീമ വെച്ചിട്ട് നമുക്കൊരു മോഡലിനെ ക്രിയേറ്റ് ചെയ്യും. അതായത് നമ്മൾ എന്താ പറഞ്ഞത്, മോഡൽ എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ഡാറ്റനെ റെപ്രസെന്റ് ചെയ്യാനുള്ള ഒരു മെത്തഡാണ്. അപ്പോൾ ഓരോ ഡാറ്റയ്ക്ക് ഓരോ സ്കീം ഉണ്ടാവും. ആ സ്കീം വെച്ചിട്ടാണ് നമ്മൾ മോഡലിനെ ക്രിയേറ്റ് ചെയ്യുക. അതായത് നമുക്ക് ടുഡൂവിന്റെ മോഡലിനെ കോൺസ്റ്റ് ടുഡു എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സ്കീമ വെച്ചിട്ട് മോഡൽ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ മോങ്കോസിനകത്ത് തന്നെ മോഡൽ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്. അതിനകത്ത് നമുക്ക് ആദ്യം മോഡലിന്റെ പേരാണ് കൊടുക്കേണ്ടത്. മോഡലിന്റെ പേര് നമ്മൾ സ്ട്രിംഗ് ആയിട്ട് കൊടുക്കണം. നമ്മൾ ടുഡു എന്നാണ് നമ്മളെ മോഡലിന് കൊടുക്കുകയാണ്. ഇനി അടുത്ത് കൊടുക്കേണ്ട സ്കീമയാണ് നമ്മളിവിടെ ഉണ്ടാക്കിയ സ്കീമ, ടുഡു സ്കീമ അങ്ങോട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ടുഡു എന്ന് പറഞ്ഞിട്ട് ഒരു മോഡലിനെ ക്രിയേറ്റ് ചെയ്തു. എങ്ങനെയാണ് നമ്മൾ മോഡലിനെ ക്രിയേറ്റ് ചെയ്യുക? ആദ്യം സ്കീമ സെറ്റ് ചെയ്യും. അതിനകത്ത് നമ്മൾ ഓരോ പ്രോപ്പർട്ടീസ് ലിസ്റ്റ് ചെയ്യും. പ്രോപ്പർട്ടി ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പർട്ടിയുടെ പേര് കോളൻ ഡാറ്റ ടൈപ്പ് മാത്രം കൊടുത്താൽ മതി. അത് കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കേളി ബ്രേസിന്റെ അകത്തിട്ട് കൊടുക്കുക. അതിനാകുമ്പോൾ നമുക്ക് ടൈപ്പ് കൂടാണ്ട് റിക്വയർഡ് ആണോ ഡീഫോൾട്ടോ ആയാലും അങ്ങനെ കുറേ സാധനങ്ങൾ കൊടുക്കാൻ പറ്റും. ഇനി അതിന്റെ കൂടെ ഓപ്ഷണൽ ആയിട്ട് നമുക്ക് ടൈം സ്റ്റാമ്പ്സ് ട്രൂ കൊടുക്കുക. ഇത് ട്രൂ എടുത്തു കഴിഞ്ഞാൽ ക്രിയേറ്റഡ് അറ്റ് എന്നുള്ള പ്രോപ്പർട്ടി, അപ്ഡേറ്റഡ് അറ്റ് എന്നുള്ള പ്രോപ്പർട്ടി ഒക്കെ ഡീഫോൾട്ട് ആയിട്ട് വന്നോളൂ. ഓക്കെ, അങ്ങനെ നമ്മൾ ഇതിന് ഡീഫോൾട്ട് ആയിട്ട് ഈ ഫയലിനകത്ത് നിന്ന് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മൊഡ്യൂൾ ഡോട്ട് എക്സ്പോർട്ട്സ് ഈക്വൽ ടു ഒറ്റ സാധനമില്ല ടുഡു എന്ന് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ കൊടുക്കുന്നതിന് പകരം എന്ത് ചെയ്യാം, അങ്ങോട്ട് ഇവിടെ കൊടുക്കാം. ഞാൻ പിന്നെ ഇങ്ങനെ കഷ്ടപ്പെട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്തു, ഒരു മോഡലിനെ ക്രിയേറ്റ് ചെയ്തു. ഇനി എന്താണെന്ന് വെച്ചാൽ ഇനി നമുക്ക് കൺട്രോളറിൻ്റെ അകത്തേക്ക് വരാം. ഇനി കൺട്രോളറിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു മോഡലിനെ ഉപയോഗിച്ചിട്ട് നേരെ നമ്മുടെ കൺട്രോളറിലുള്ള ഡാറ്റാബേസ് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഇനി ഈ കളക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ കഷ്ടപ്പെട്ട് ആപ്പ് ഡോട്ട് ലോക്കൽസിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുത്ത് DBനെ എടുത്ത് അതിൽ നിന്ന് കളക്ഷൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്താണെന്ന് വെച്ചാൽ ടുഡൂസിനെ കിട്ടണമെങ്കിൽ നമ്മൾ ഇതൊക്കെ മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് അവൈറ്റഡ് ആണ്, നമ്മൾ ടുഡു എന്നുള്ള മോഡലിന് എടുക്കുക. ഓക്കെ, എന്നിട്ട് അതിൽ ഫൈൻഡ് ജസ്റ്റ് അങ്ങോട്ട് വിളിച്ചു കൊടുക്കുക. അപ്പോൾ ഫൈൻഡ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെന്താ റെസ്പോൺസ് ആയിട്ട് തരാം, ഡോക്യുമെന്റ് ആയിട്ടാണ് തരാം. ഡോക്യുമെന്റിനകത്ത് നമുക്ക് കാണാം ഐറ്റവും കംപ്ലീറ്റഡും ഉള്ള കുറേ ഡോക്യുമെന്റുകൾ ഇങ്ങോട്ട് തരും. അതായത് നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്തതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെയാണെങ്കിൽ ഒരു ടുഡുവിനെ കിട്ടാനോ നമ്മളിവിടെ കഷ്ടപ്പെട്ട് ഇങ്ങനെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അവൈറ്റ് കളക്ഷൻ ഡോട്ട് ഫൈൻഡ് വൺ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്താന്ന് വെച്ചാൽ അവൈറ്റ് ടുഡു മോഡൽ ഡോട്ട് ഫൈൻഡ് വൺ ഉണ്ട്, അതേപോലെ തന്നെ ഫൈൻഡ് ബൈ ID. നമ്മളിവിടെ ID വെച്ചിട്ട് കണ്ടുപിടിക്കുന്നതുകൊണ്ട് ഫൈൻഡ് ബൈ ID കൊടുക്കാം. എന്നിട്ട് ID നമുക്ക് ഇവിടെ അങ്ങോട്ട് പാസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്ത് ഗെറ്റ് ടു ഡു നമ്മൾ മാറ്റി എഴുതി. അതായത് നമ്മൾ ഗെറ്റ് ടു ഡൂസ് മാറ്റി എഴുതി, ഗെറ്റ് ടു ഡു മാറ്റി എഴുതി. ഇനി ക്രിയേറ്റ് ടു ഡു നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മൾ ഇവിടെ നമുക്ക് ഈ സാധനത്തിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ റിക്വസ്റ്റ് ഡോട്ട് ബോർഡിൽ നിന്ന് ഇങ്ങനെ ഐറ്റം എടുക്കേണ്ട ആവശ്യമില്ല. കഷ്ടപ്പെട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവൈറ്റ് തന്നെ ഇവിടെ വേണം. പക്ഷേ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ടു ഡു മോഡൽ ഡോട്ട് ക്രിയേറ്റ്. ഓക്കെ, അതിനകത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ റിക്വസ്റ്റിന്റെ ബോഡി അങ്ങോട്ട് പാസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ടു ഡു ക്രിയേറ്റ് ചെയ്യും. ഇനി അതേപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യാനാണെങ്കിലോ ഇതേപോലെ ഇനി കളക്ഷന്റെ ആവശ്യമൊന്നുമില്ല. ID നമുക്ക് വേണം. ടുഡുവിനെ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്താൽ മതി, ടുഡു മോഡൽ ഡോട്ട് അപ്ഡേറ്റ് വൺ. അതിനകത്ത് നമുക്ക് ഫിൽട്ടർ ആയിട്ട് നമ്മൾ ID വെച്ചിട്ടാണ് ഫിൽട്ടർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ID കൊടുക്കണം. ഓക്കെ, അതിനുശേഷം നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള സാധനം അത് റിക്വസ്റ്റിന്റെ ബോഡിയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ നമുക്ക് റിക്വസ്റ്റിന്റെ ബോഡി നേരെ ഇവിടെ പാസ് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ നമ്മൾ അപ്ഡേറ്റ് മാറ്റിയത്. ഇനി അതേപോലെ തന്നെ ഡിലീറ്റും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കഷ്ടപ്പാടൊന്നും ഇനി ആവശ്യമില്ല. അതായത് കളക്ഷൻ്റെ ആവശ്യമില്ല, കളക്ഷൻ ആക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മോഡൽ യൂസ് ചെയ്തിട്ട് ചെയ്ത് നോക്കുക. അതായത് ടുഡു മോഡൽ ഡോട്ട് ഡിലീറ്റ് വൺ, എന്നിട്ട് അതിനകത്ത് നമുക്ക് ഫിൽട്ടർ ആയിട്ട് ID അങ്ങോട്ട് പാസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് സ്ഥലത്ത് നമ്മൾ ID പാസ് ചെയ്തത് ജസ്റ്റ് ID എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ ഡാറ്റാബേസിനകത്ത് ആ പ്രോപ്പർട്ടിയുടെ പേര് _ID എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ സാധനം ഒന്ന് ID ഇങ്ങനെ ആക്കിയിട്ട് മാറ്റി കൊടുക്കുക, അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരും ഏത് ID ആണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഡിലീറ്റ് ടു ഡു, അപ്ഡേറ്റ് ടു ഡു, ക്രിയേറ്റ് ടു ഡു, ഗെറ്റ് ടു ഡു. ഗെറ്റ് ടു ഡുവിൽ നമ്മൾ ID വാല്യൂ ആയിട്ട് പാസ് ചെയ്യുന്നതാണ് ഇവിടെ നമുക്ക് പേരിന് വലിയ പ്രശ്നമില്ലാത്തത്. പക്ഷേ അപ്ഡേറ്റിലും ഡിലീറ്റിലും ID നമുക്ക് എന്ത് ചെയ്യണം, _ID എന്നുള്ള പ്രോപ്പർട്ടി വെച്ചിട്ട് ഫിൽട്ടർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഫിൽട്ടർ അങ്ങനെ തന്നെ കൊടുക്കണം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, എല്ലാ പ്രോപ്പർട്ടിയും നമ്മൾ മോഡൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഓപ്പറേഷൻസ് ഒക്കെ ഭയങ്കര സിമ്പിൾ ആയില്ലേ. നമ്മൾ നേരത്തെ കഷ്ടപ്പെട്ട് ചെയ്ത സാധനം ഇപ്പൊ നമുക്ക് എന്തായി, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റി. രണ്ടാമത്തെ എന്താ വെച്ചാൽ ഇപ്പൊ ഒരു ടുഡുവിനെ കണ്ടുപിടിച്ചെന്ന് വിചാരിച്ചു, നമ്മൾ ടുഡു ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ ടുഡുവിന്റെ പ്രോപ്പർട്ടി നമുക്ക് ആക്സ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഐറ്റം എന്നുള്ള പ്രോപ്പർട്ടി ആക്സ് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റഡ് എന്നുള്ള പ്രോപ്പർട്ടി കണ്ടോ, കംപ്ലീറ്റഡ് ബൂളിയൻ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ആ ഒരു ഓട്ടോ കംപ്ലീഷൻ അതായത് ടൈപ്പ് സേഫ് ആയിട്ട് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് ഈ ഒരു ചേഞ്ച് വരുത്തിയ സാധനം വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. അപ്പൊ നമ്മൾ ഗെറ്റ് ഓൾ ടുഡൂസ് കൊടുക്കാണ്. അപ്പോൾ ആദ്യം നമ്മൾ സർവർ റൺ ചെയ്യണം, npm
റൺ ഡേവ് എടുത്ത് സെർവർ റൺ ചെയ്യാം. സെർവർ റണ്ണിങ് ആണ്. അതിനുശേഷം നമുക്ക് റിക്വസ്റ്റ് ടു ഡൂസിൽ കൊടുത്തു നോക്കാം. അപ്പൊ ഇപ്പം ടു ഡു ഒന്നുമില്ല, അതുകൊണ്ട് 200 ഓക്കെ വന്നിട്ടുണ്ട്, കാലിയാണ്. നമുക്കൊരു ടു ഡു ഉണ്ടാക്കി നോക്കാം. ഓക്കെ, നമ്മൾ ടു ഡു ഉണ്ടാക്കാനുള്ള സാധനം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ സെൻഡ് കൊടുക്കാം. അപ്പൊ ക്രിയേറ്റഡ് ആണ്. നിങ്ങൾക്ക് ഔട്ട്പുട്ട് കാണാം. ഇവിടെ കംപ്ലീറ്റഡ് ഫോൾസ് ആയിട്ട് ഡീഫോൾട്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ സ്കീമയിൽ സെറ്റ് ചെയ്ത്. അത് കൂടാണ്ട് നമ്മൾ ടൈം സ്റ്റാമ്പ് ട്രൂ എടുത്തുകൊണ്ട് ക്രിയേറ്റഡ് അറ്റ് അപ്ഡേറ്റഡ് അറ്റ് രണ്ട് പ്രോപ്പർട്ടീസ് മോങ്കൂസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഓട്ടോമാറ്റിക്കലി ആഡ് ചെയ്തിട്ടുണ്ട്. അത് കൂടാണ്ട് ഒരു വേർഷൻ, ഇത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ ഗെറ്റ് ഓൾ ടു ഡൂയിലേക്ക് തന്നെ വരാം. ഓക്കെ, ഞങ്ങൾ കാണാം, കണ്ടോ റീഡ് ബുക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗെറ്റ് ടു ഡു വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. അപ്പോൾ ഈ ID ഞാൻ കോപ്പി ചെയ്തിട്ട് നമ്മൾ ഗെറ്റ് ടു ഡൂയിൽ നോക്കാം. എന്നിട്ട് നമ്മളിവിടെ ഈ ID പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഗെറ്റ് കൊടുക്കാം. അപ്പം നമുക്കൊരു ടു ഡൂവിനെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ടു ഡൂവിനെ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ റീഡ് ബുക്സ് ഇതെന്ത് ചെയ്യുക, കംപ്ലീറ്റഡ് ട്രൂ ആയിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ കൊടുത്തു. അപ്പോൾ അക്നോളജ്ഡ് ട്രൂ, മോഡിഫൈഡ് കൗണ്ട് 1, ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഒന്നുകൂടെ നമ്മുടെ ടു ഡൂസിലേക്ക് വന്ന് നോക്കാം, അതായത് ഗെറ്റ് ഓൾ ടു ഡൂസിലേക്ക് വന്ന് നോക്കാം. എന്നിട്ട് ഞാൻ സെൻഡ് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം റീഡ് ബുക്സ് കംപ്ലീറ്റഡ് ട്രൂ ആയിട്ട് വന്നിട്ടുണ്ട്, അതായത് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡിലീറ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. അപ്പോൾ ഡിലീറ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ID കൊടുത്തു. എന്നിട്ട് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം 204, അതായത് ഔട്ട്പുട്ട് ഒന്നുമില്ല, ഡിലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗെറ്റ് ഓൾ ടു ഡൂസിൽ വന്നാൽ ഞങ്ങൾക്ക് കാണാം വീണ്ടും എംപ്റ്റി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ CRUD ഓപ്പറേഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്ത് മോഡൽസ് വെച്ചിട്ട് ചെയ്തു. മോഡൽസ് വെച്ചിട്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. മോഡൽസ് എന്ന ഫോൾഡറിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്കീമ സെറ്റ് ചെയ്യും. സ്കീമ സെറ്റ് ചെയ്തിട്ട് മോഡലിനെ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ മോഡലിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ കൺട്രോളറിനകത്ത് ആ മോഡലിനെ ജസ്റ്റ് നേരെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് മോഡലിനെ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ എല്ലാ ഓപ്പറേഷൻസും സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റി. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നമുക്ക് ടൈപ്പ് സേഫ് ആയിട്ട് എല്ലാ സാധനങ്ങളും, ഇപ്പോൾ ടു ഡു മോഡലിൽ ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോ കംപ്ലീഷൻ കിട്ടും. ടു ഡൂവിന് കിട്ടിക്കഴിഞ്ഞാൽ അതുപോലെ ഓട്ടോ കംപ്ലീഷൻ കിട്ടും. അങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഭയങ്കര വൃത്തിക്ക് ചെയ്യാൻ പറ്റില്ലേ. നേരത്തെ വരെ നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്ത സാധനങ്ങൾ ഇപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഒരു കാര്യം കൂടി ഇതിൽ എക്സ്ട്രാ ആയിട്ട് ചെയ്യാനുള്ളത്, നമ്മളിവിടെ DB കണക്ഷന്റെ ഫയലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സാധനം നമ്മൾ കോഡിന്റെ പാർട്ടായിട്ടാണ് കൊടുത്തത്. അതായത് ഇത് നമ്മുടെ ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യാനുള്ള നമ്മുടെ URL ആണല്ലേ, കണക്ഷൻ സ്ട്രിങ് ആണ്. ഈ ഒരു സാധനം നമ്മൾ സാധാരണ ഒരു സീക്രട്ട് വേരിയബിൾ എന്ന് വിളിക്കുക. അതിന്റെ റീസൺ എന്താ വെച്ചാൽ, ഇത് നിങ്ങൾ കോഡിനകത്ത് പുഷ് ചെയ്തിട്ട് നിങ്ങൾ ഗിറ്റബിലോട്ട് കയറി കഴിഞ്ഞാൽ മേ ബി ഇതൊരു പബ്ലിക് റെപ്പോസിറ്ററി ആണെങ്കിൽ ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സാധനം വെച്ചിട്ട് നിങ്ങളുടെ ഡാറ്റാബേസിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. എന്താ റീസണ്, നിങ്ങളെ യൂസർ നെയിമും നിങ്ങളുടെ പാസ്വേഡും ഇവിടെ ഉണ്ട്, അവർക്ക് എന്ത് ചെയ്യാം, നേരെ കണക്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഈ ഒരു സാധനം നമ്മൾ കോഡിനകത്ത് ഒരിക്കലും ഇൻക്ലൂഡ് ചെയ്യില്ല. അതിന്റെ ഒന്നാമത്തെ റീസൺ ഇത് തന്നെയാണ്, സെക്യൂരിറ്റി ഇഷ്യൂസ് ആണ്, വേറെ ആൾക്കാർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. രണ്ടാമത്തെ റീസൺ എന്താ വെച്ചാൽ, നമ്മൾ ചിലപ്പോൾ ഡിപ്ലോയ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സാധനം മാറ്റേണ്ടി വരും. അപ്പോൾ മാറ്റുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ടെസ്റ്റിങ്ങിന് ഒരു URL, ഡിപ്ലോയ്മെന്റിന് വേറെ URL ഒക്കെ യൂസ് ചെയ്യും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനകത്ത് നമ്മൾ ഈ ഒരു സാധനം മാറ്റുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കോഡിൽ മാറ്റം വരുത്തേണ്ടി വരും. അപ്പോൾ അത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അതിലൊരു പാക്കേജ് ഉണ്ട്. പാക്കേജിന്റെ പേര് .env എന്നാണ്. ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് .env എന്നിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ npm install .env കൊടുത്തു കഴിഞ്ഞാൽ .env ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞുള്ള സുഖം എന്ന് വെച്ചാൽ നിങ്ങൾ ഫയൽസിനകത്ത് ഇവിടെ .env എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ഉണ്ടാക്കാം. എന്നിട്ട് ഇവിടെ mongo URI എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ URI പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കോഡ്സ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഇത് ജാവാസ്ക്രിപ്റ്റ് ഒന്നല്ല, ഇതൊരു ENVയിൽ കീ വാല്യൂ പെയർ ആയിട്ടാണ്, ഈക്വൽ ടു വെച്ചിട്ട് കൊടുക്കുന്ന സാധനമാണ്. അതുകൊണ്ട് നിങ്ങൾ കോഡ്സ് ഉണ്ട് ആവശ്യമൊന്നുമില്ല. അതിനുശേഷം നിങ്ങൾ ഇൻഡെക്സിൽ വന്നിട്ട് ഇൻഡെക്സിന്റെ ഏറ്റവും മേലെ, അതായത് ഫസ്റ്റ് ലൈനിൽ നമുക്ക് എന്ത് ചെയ്യാം, റിക്വയർ .env പറയാം. അതായത് .envന് നമ്മൾ റിക്വയർ ചെയ്യാണ്. എന്നിട്ട് അതിന്റെ മേലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, കോൺഫിഗ് എന്നുള്ള ഒരു ഫംഗ്ഷൻ വിളിക്കുകയാണ്. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആ .env കോൺഫിഗറേഷൻ ലോഡ്, അതായത് ഈ ENV ഫയലിൽ നിന്ന് .env ലോഡ് ആക്കിക്കോളും. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ഈ മോങ്കോസിന്റെ അകത്ത് കണക്ട് ചെയ്യാൻ URI പാസ് ചെയ്യേണ്ട സമയത്ത് നമുക്ക് ഈ ഒരു ENVന്റെ അകത്ത് നിന്ന് ലോഡ് ചെയ്ത URI കിട്ടണമെങ്കിൽ നമ്മൾ എന്താ പറയുക വെച്ചാൽ process.env.mongo URI എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ENV ഫയലിനകത്ത് നിന്ന് URI പാസ് ചെയ്തിട്ട് ലോഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇനി കോഡിന്റെ പാർട്ടിൽ ഈ ഒരു സാധനം കയറി വരില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. ഞാനിവിടെ Ctrl+C കൊടുത്തു, ഒന്നുകൂടെ റൺ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു സാധനം പറയുന്നുണ്ട്, അതായത് ഇൻജക്റ്റിംഗ് ENV ഫ്രം .env, അതായത് .env ഫയലിനകത്ത് നിന്ന് ENV നമ്മൾ .env എന്നുള്ള പാക്കേജ് നമ്മളെ കോഡിലേക്ക് ഇൻജക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് process.env എന്ന് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്തുള്ള വാരിയബിൾസ് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ കൊടുക്കുന്നതിന് റീസൺ എന്താ വെച്ചാൽ, നമുക്ക് വേണമെങ്കിൽ ഈ .env എന്ന് പറഞ്ഞിട്ടുള്ള ഫയലിനെ നമുക്ക് ഗിറ്റിലോട്ട് കയറുന്നത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. .git ignore എന്നുള്ള ഫയൽ ഇട്ട് കഴിഞ്ഞാൽ ഈ സാധനം ഗിറ്റിലോട്ട് കയറില്ല. അതുകൊണ്ട് തന്നെ ഈ സീക്രട്ട് ആയിട്ടുള്ള സാധനം ഇതിനകത്ത് നിൽക്കും. അപ്പോൾ ഇതിൽ നമ്മൾ mongo URI കൊടുക്കാറുണ്ട്, പിന്നെ പോർട്ട് നമ്പർ കൊടുക്കാറുണ്ട്. അങ്ങനെ സീക്രട്ട് ആയിട്ടും കോൺഫിഗറേഷൻ ആയിട്ടും വരുന്ന കാര്യങ്ങളൊക്കെ ഇതിനകത്താണ് നമ്മൾ സെറ്റ് ചെയ്യാം. അപ്പം നമുക്കിനി ആ പോർട്ട് നമ്പർ ഇവിടെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ 3000 നേരെ കൊടുക്കാണ്ട് process.env.port ആയിട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക്
ഡിഫറെൻ്റ് ആയിട്ടുള്ള വാരിയബിൾസ് ഇതിനകത്ത് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്തത്, നമ്മുടെ മോഡൽസ് എന്നുള്ള കൺസെപ്റ്റ് ഡാറ്റനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മോങ്കോസ് എന്നുള്ളൊരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്തു. മോങ്കോസ് എന്തിനാണ്, മോങ്കോഡിബിന്റെ മേലെ നമ്മുടെ ഡാറ്റനെ മോഡൽ ചെയ്യാൻ സ്കീമ വെച്ചിട്ട് ഒരു ഡാറ്റയ്ക്ക് ഇന്ന സാധനങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോങ്കോസ് യൂസ് ചെയ്യുന്നത്. മോങ്കോസ് യൂസ് ചെയ്തപ്പോൾ നമ്മളെ കണക്ഷൻ എളുപ്പമായി, നമുക്ക് ഡാറ്റനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് നമ്മളെ ക്രെഡ് ഓപ്പറേഷൻസിൽ നമുക്ക് ആ മോഡൽ യൂസ് ചെയ്തിട്ട് സിമ്പിൾ ആയിട്ട് എല്ലാ ഓപ്പറേഷനും ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ ബേസിക് ആയിട്ട് എക്സ്പ്രസ് വെച്ചിട്ട് നമ്മൾ API ഉണ്ടാക്കുന്നതും അതേപോലെ തന്നെ ഡാറ്റ ഓപ്പറേഷൻസ് ചെയ്യുന്നതും. പിന്നെ നമ്മൾ ഇതിന്റെ കൂടെ നമ്മൾ മുമ്പ് പറഞ്ഞ ഒതന്റിക്കേഷനും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫുള്ളി വർക്കിംഗ് ആയിട്ടുള്ള ബാക്ക് എൻഡ് API നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനം വേറൊരു കോഴ്സ് ആയിട്ട് ചെയ്യാം കേട്ടോ.